സ്വാഗതം. ഇന്ന് നമ്മൾ എന്താക്കാൻ പോണേ? ഇന്ന് നമ്മൾ ഉണക്കപ്പയറും കശുവണ്ടിപ്പരിപ്പും കൂടിയിട്ട് ഒരു കറി. ഇത് പണ്ടത്തെ കറിയാ തോന്നുന്നു. പണ്ടത്തെ കറി. ഇത് നമ്മൾ അണ്ടിപ്പരിപ്പ് വാങ്ങിച്ചതാണ്. മറ്റേത് പണ്ട് നമ്മൾ അണ്ടി കീറിയിട്ട് ഉണ്ടാക്കുക. അപ്പം അതിന് ഇത് കുതിരണ്ട്, ഇതിങ്ങനെ ഉണങ്ങിയ അണ്ടിയല്ലേ. അപ്പോൾ ഈ കശുവണ്ടിപ്പരിപ്പ് നമുക്കൊന്ന് ഒന്ന് വെള്ളം ചൂടാക്കി തിളച്ചിട്ട് ഇതിലൊന്ന് ഇട്ട് വയ്ക്കാം. തിളച്ച വെള്ളത്തിലിട്ടേക്കാം. ഇതൊരു മുറി നാളികേരമാണ്. ആ നാളികേരത്തേക്ക് നമ്മൾ വെളുത്തുള്ളി ഇട്ടുണ്ട്, ചുവന്നുള്ളി ഇട്ടുണ്ട്, പെരിഞ്ചീരകം ഇട്ടുണ്ട്. വേറെ നമുക്ക് ഏലക്കായ, ഗ്രാമ്പോ, മസാലപ്പൊടി അങ്ങനെ ഒന്നും വേണ്ട ഇതിൽ. ഇത് നമ്മൾ ഇനി നന്നായി വറുക്കാനാണ് പോണത്. പിന്നെ നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് വറുക്കാൻ പോവാണ് കേട്ടോ. നമ്മൾ എണ്ണ ഒഴിക്കണ്ടല്ലേ വറക്കണേ? ഒരു കാര്യം, നമ്മൾ ചുവന്നമുളക് ഇടുന്നില്ല, അതിന് പകരം പച്ചമുളകും കുരുമുളക് ഇടുന്നത്. കുരുമുളകിൻ്റെ പൊടിയുള്ള കുരുമുളകില്ല. ഇത് നന്നായി വറുക്കുക, ചോക്കണ വരെ വറുക്കുക. എന്നിട്ട് അതിൽ മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും കുറച്ചിടുക. പിന്നെ എരിവിൻ്റെ കുരുമുളക് പൊടി, പിന്നെ രണ്ട് പച്ചമുളക് നമ്മൾ ഈ പയർ വേവിക്കുമ്പോൾ തീരിടാം. നമ്മൾ ഇത്ര പയറാണ് ഇത് തിളച്ചു. 100 ഗ്രാമാണ്, 100 ഗ്രാം അണ്ടിപ്പരിപ്പാണ് നമ്മൾ എടുത്തോളാം. അതിലിട്ടു അത് കുതിരാൻ വേണ്ടിട്ടാ ഓഫാക്കി. ഇനി അത് അടച്ച് കുറച്ചേരം ഇരിക്കട്ടെ. നമ്മൾ പയറ് വേവിക്കാൻ പോവാണ് കേട്ടാ. ഉപ്പ് ഇട്ടിട്ട് അങ്ങനെ വേവിക്കണം. ഉപ്പ് മഞ്ഞപ്പൊടി ഇട്ടിട്ട് നല്ല കുതിർക്കാൻ വെച്ചതാണ്, വെള്ളം ഒഴിച്ച് കുതിർത്താൻ വെച്ചതാണ്. ഇത് നമ്മൾ കഴുകിയിട്ട് വെച്ചുള്ളതാണ്. കഴുകിയിട്ട് നല്ല വെള്ളം ഒഴിച്ച് വെച്ചതാണ്. ഈ പയറിലേക്ക് പച്ചമുളകും കൂടി ഇടാട്ടാ. നമ്മൾ ഒരു കഷ്ണം ഇഞ്ചി ചുവന്നുള്ളി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ചതച്ചിട്ട് ഈ പയർ വേവിക്കുന്നതിലേക്ക് ഇടാണ് കേട്ടാ. പിന്നെ പച്ചമുളക് 5 ഇട്ടിട്ട് അത് പിന്നെ നമുക്ക് കുരുമുളക് ഇടായിരുന്നു. ഇനി ഇതിൽ മഞ്ഞപ്പൊടി ഇടണം. മഞ്ഞൾപ്പൊടി കഴുകിയോ. ഇനി നമ്മൾ കുറച്ച് കല്ലുപ്പിട്ടാ. ഇനി നമ്മൾ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചുവിട്ടാ വേവിക്കാൻ വെക്കാൻ പോവാണ്. സ്റ്റൗമ്മ വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് വേവട്ടെ കേട്ടാ. 2 വിസിൽ കഴിഞ്ഞ് നമ്മൾ അണ്ടിപ്പരിപ്പ് അതിലിടും ഇല്ലേ. അത് നമ്മളിപ്പോൾ അണ്ടിപ്പരിപ്പ് കുതിർന്നുണ്ട്. നമ്മൾ ചൂടുവെള്ളത്തിലിട്ട് അണ്ടിപ്പരിപ്പ് കുതിർന്നുണ്ട് കേട്ടാ. കണ്ട കുതിർന്നുണ്ട് സംഭവം. ഇനി അത് നമ്മൾ 1 വിസിലടിക്കണ്ട. നാളികേരം, വെളുത്തുള്ളിയും ചുവന്നുള്ളിയും പെരിഞ്ചീരകവും ആ കൂട്ട് നന്നായി മൂത്ത് വന്നു. ഇനി നമ്മൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി അല്ല മല്ലിപ്പൊടി ഇടാം. 1 ടീസ്പൂൺ. നമ്മൾ 3 വിസിൽ കഴിഞ്ഞപ്പോൾ സ്റ്റവ് ഓഫ് ആക്കാണ്ട് ഫയർ തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പൊ അത് വെന്ത് നല്ല പാകമായിട്ടുണ്ട്. വെന്ത് കഴിഞ്ഞു. ഇനി നമ്മള് കുതിർത്താൻ വെച്ച ചൂടുവെള്ളത്തിൽ കുതിർത്താൻ വെച്ച അണ്ടിപ്പരിപ്പ് കുതിർന്നുണ്ട് നന്നായിട്ട്. ഇനി നമ്മൾ അതിലേക്ക് ഇത് കഴുകിയിട്ടാണ് കേട്ടാ. നന്നായി ചുവപ്പ് കളറാണ് ഒരു വറുത്ത് കഴിഞ്ഞു. എന്നിട്ടാണ് നമ്മള് മല്ലിപ്പൊടി ഇട്ടത്. അത് കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ കുരുമുളക് പൊടി ഇടുന്നു. അത് ഓഫ് ആയതിനു ശേഷമാണ് കുരുമുളക് പൊടി ഇട്ടത്. ഓഫ് ആക്കുന്നതിന് മുമ്പാണ് മല്ലിപ്പൊടി ഇട്ടത് കേട്ടോ. നമ്മൾ വീണ്ടും അത് ഇതാക്കാൻ പോവാണ്. ഇനി ഇത് ചൂടാറിയിട്ട് നമുക്ക് അരയ്ക്കാം. അരച്ചിട്ട് കാണാം. ഇതിൻ്റെ അരപ്പ് ചൂടായപ്പോൾ നമ്മളത് നന്നായി അരച്ചു. ഇതാണ് ആ ഒരു അരപ്പിന്റെ പാകം അല്ലേ. ഇനി നമ്മുടെ അണ്ടിപ്പരിപ്പ് ഇട്ടിട്ടില്ലേ, അതും വെന്തു. 1 വിസിൽ കഴിഞ്ഞപ്പോൾ അതും വെന്തു. ഇനി നമ്മൾ ഇതിന് ഉള്ളി കാച്ചാനാണ് പോണേട്ടാ. ഉള്ളിയും പച്ചമുളകും നമ്മൾ അരച്ച് വെച്ച അരപ്പ് കുക്കറിലേക്ക് ഒഴിക്കാട്ടാ. അപ്പൊ തന്നെ നല്ല സ്മെല്ലുണ്ട് കേട്ടോ. അടിപൊളിയാന്ന് തോന്നണ കറി. ഞാൻ ആദ്യമായിട്ടാണ് ഈ കറി കഴിക്കാൻ വന്നത്. അമ്മയൊക്കെ പിന്നെ പണ്ട് കഴിച്ചിട്ടുണ്ടാവുമല്ലോ. കഴിച്ചിട്ടില്ല. കുറച്ച് വെള്ളം ഒഴിക്കാം. നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചൊന്നും ഇങ്ങനെ കഴുകുക എന്ന് പറയില്ല, ആ ഒരു സംഭവം ചെയ്യാൻ പോവാണ്. കാരണം നമ്മൾ ഒന്നും വേസ്റ്റ് ആക്കരുത്. അത്ര ടേസ്റ്റുള്ള അരിപ്പാണിത്. നമ്മൾ കൈ കൊണ്ട് തന്നെ ആക്കുക, വേറെ ഒന്നും വിചാരിക്കരുത്. നല്ല കൈയൊക്കെ കഴുകിയിട്ട് നല്ല വൃത്തിയുള്ള ആൾ തന്നെയാണ് അല്ലേ അമ്മ. ഇനി അത് ആരും പറയരുത്. വൃത്തി കൂടുമെന്ന് സംശയിച്ചാലും ആ തല്ലോളം നിൽക്കുന്നവരുണ്ടാവും. പിന്നെ ഇതൊന്ന് തിളയ്ക്കണം. ഇതാണ് നമ്മളിവിടെ ഉള്ളിയും പിന്നെ കറിവേപ്പിലയും വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊന്ന് താളിക്കേ വേണ്ടു. അത് കഴിഞ്ഞാൽ കറി റെഡി. സൂപ്പർ കറി കേട്ടാ. ശരിക്കും നമ്മുടെ വീട്ടിലാണ് കശുവണ്ടിപ്പരിപ്പ് കൊണ്ടില്ലേ, അത് തന്നെ സൂപ്പർ കറിയാണ് കേട്ടാ. ടേസ്റ്റ് നോക്കാണ് കേട്ടാ. എങ്ങനെ
എങ്ങനെയുണ്ട്? ടേസ്റ്റ് ഉണ്ടാ? ഒന്നുമില്ല ലെവലാണ്ട്. എന്ത് പണ്ടത്തെ ആ ടേസ്റ്റ് വന്നിട്ടില്ല. ആ കുറെ കാലമായി വെച്ചിട്ടത്. മസാല ഇല്ല. മസാല കുറവാണ്. നല്ലൊരു വീഡിയോ ആയി അടുത്ത ദിവസം വരുന്നേക്കാം. അത് എല്ലാവർക്കും ബൈ.